song from number 20 Madras Lady. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. ഹലോ, ആരാ? സാറേ, ഞാനിവിടെ മുത്താനക്കരയിന് അടുത്തുനിന്നാണേ വിളിക്കുന്നത്. ആ സാറേ, ഞങ്ങളൊരു സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് സാറേ. ആ സാറേ, ഞങ്ങൾ ഈ കലിങ്ങിന്റെ അടുത്ത് വന്നപ്പോഴേ ആ ഒരാൾ ഒരു ബൈക്കുമായിട്ട് ഇതിനുള്ളിൽ വീണ് നടക്കുന്നു സാറേ. അതിന് അയാളെ പുറത്തെടുക്കണം സാറേ. ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല സാർ, ഒന്ന് വരുമോ സാർ? അതിന് എന്നെ എന്തിനാടാ നീ വിളിക്കുന്നേ? നീ ആ സ്റ്റേഷനിൽ വിളിച്ചു പറ. സാറേ, ഞങ്ങൾ 2-3 തവണയായിട്ട് വിളിക്കുന്നുണ്ട്, അവരാരും ഫോൺ എടുക്കുന്നില്ല. സാർ ഒന്ന് പെട്ടെന്ന് വന്നാലേ. എടോ, ഞാൻ ഒന്നാമതേ ഫിറ്റ്, എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. താൻ ഒന്നുകൂടെ ആ സ്റ്റേഷനിൽ വിളിച്ചു നോക്ക്. ഇവനൊക്കെ എന്തിനാ എല്ലാവരും വിളിക്കുന്നത്? ഹലോ, സാറേ, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അയാൾ മരിച്ചു പോകും സാർ. ഇത് വലിയ ശല്യമായല്ലോ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ സ്റ്റേഷനിൽ വിളിക്കാൻ. സാറേ, എത്ര നേരം കൊണ്ട് ഫോൺ വിളിക്കുന്ന, അവർ ഫോൺ എടുക്കുന്നില്ല, എന്ത് ചെയ്യാനാ? എടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല ഫിറ്റാ. വണ്ടി ഓടിക്കാൻ തന്നെ പറ്റില്ല. രാവിലെ ഒരു കല്യാണത്തിന് എനിക്ക് എറണാകുളത്ത് പോകാനുള്ളതാ. എനിക്ക് അല്പം നേരത്തെ കിടക്കണം. താൻ വേറെ വല്ല വഴിയുന്നോ? അല്ല അല്ല, ഇതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നത്? നീ വെച്ചിട്ട് പോയേ ചുമ്മാ. എടോ, വെള്ളരിക്കൊക്കെ ഉണ്ടായവനെ, തന്നോടാണ് കുറെ നേരമായിട്ട് പറയുന്നത് എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യരുതെന്ന്. സാർ, ഒരു ജീവനാണ് സാർ, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ല, തനിക്കെങ്ങനെയാണോ എന്റെ നമ്പർ കിട്ടിയത്? സാർ, അത് മുമ്പൊരിക്കൽ കേസുമായിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ സാറ് തന്നെ തന്നതാ, വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓ, അത് ഞാൻ തന്നെ തന്നതാണോ? സമയം കളയലില്ല സാർ, സാർ ഒന്ന് പെട്ടെന്ന് വരണം സാർ. ഇനി അവൻ എന്നെ അങ്ങനെ വിളിക്കുന്നു കാണുമല്ലോ. ആരുണിയായ ആരെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? ആ, ഞാൻ തന്നെ.
ഈ വെള്ളരിക്കുണ്ടായോ ഇതിന്റെ വിളിക്കുന്നുള്ള നേരം വിളിത്തപ്പം. ഹലോ, എന്താടാ നീക്ക് ഇപ്പോഴും ആ കലങ്ങി തന്നെ ഇരിക്കുകയാണോ? അല്ല സർ, ഞങ്ങൾ എങ്ങനെയൊക്കെയോ അയാളെ പുറത്തെടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർ. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അയാൾ മരിച്ചു സർ. സാറേ, 1 മണിക്കെങ്കിലും അയാളെ പുറത്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. സാറ് കാണിച്ചതൊന്നും ഞങ്ങൾ ആരോടും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു മനുഷ്യജീവൻ സാറ് കാരണം. എടാ, വല്ലവനുമൊക്കെ വെള്ളം അടിച്ച് കുഴി വീണീന് ഞാനെന്തോ ചെയ്യാനാടാ? അത് അയാളുടെ വിധി. സന്തോഷാണല്ലോ. എടാ സന്തോഷേ, നിന്റെ കുറെ മിസ് കാളി അതിനകത്ത് കണ്ടായിരുന്നല്ലോടാ. എന്താ നീ വരുന്നുണ്ടോ കല്യാണത്തിന്? ഡേയ്, 2 പേരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. നീ വരുന്നില്ലെന്നല്ലേടാ ആദ്യം പറഞ്ഞത്? ഇനി വേണമെങ്കിലേ നീ വല്ല ലോക്കൽ കമ്പാർട്ട്മെന്റിലും കയറി വാ. അവനെ ഒന്ന് വിളിക്കാൻ വിട്ടുവിടാ. രാവിലെ വിളിക്കാൻ പറഞ്ഞതാ, 9 മണിക്കാ ട്രെയിൻ. അവൻ ഇന്നലെ അടിച്ച് ഫിറ്റായി കിടന്ന് ഉറങ്ങുകയായിരിക്കും. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. ഹോസ്പിറ്റലിലോ? അതെന്തിനാ? നീ എന്താടാ പറഞ്ഞത്? ഏത് കലുങ്ങ്? ഒരു 11:30 മണിയോടുകൂടി അവനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നടാ. പക്ഷേ അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. നീ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നീ ഒന്ന് പെട്ടെന്ന് വാടാ ഹോസ്പിറ്റലിൽ. അവൻ പോയടാ നമ്മുടെ വിട്ടു. അവൻ പോയി. ഹലോ ഹലോ. സാറേ, 1 മണിക്കെങ്കിലും അയാൾ ആശുപത്രി എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒരു 11:30 ആരൊക്കെയോ ചേർന്നവനെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ മരിച്ചു പോയടാ. സാറേ, 1 മണിക്കെങ്കിലും അയാൾ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒരു 11:30 ആരൊക്കെയോ ചേർന്നവൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ മരിച്ചു പോയടാ.